നമസ്കാരം. ഭീകരവാദത്തിന്റെ അടിവേരറുക്കുക എന്നത് മോദി സർക്കാരിന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനായി മോദി സർക്കാർ ഏതറ്റം വരെ പോകും. ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. ഇന്ത്യയുടെ നിലപാടിനെ ബ്രിക്സ് രാജ്യങ്ങൾ അനുകൂലിക്കുകയായിരുന്നു. അതായത് രാഷ്ട്രീയ നേട്ടത്തിനായി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ അഭ്യർത്ഥിച്ചു. ഇന്ത്യയെ നടുക്കിയ പകൽഗാം ഭീകരാക്രമണത്തെ ബ്രിക്സ് കൂട്ടായ്മ അപലപിച്ചു. തീവ്രവാദികളുടെ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും ചെറുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ ഇറാനിലെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണങ്ങളെയും ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തിയതിലും കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായുള്ള ബ്രിക്സ് കൂട്ടായ്മ 17ാമത് ഉച്ചകോടിയാണ് റിയോ ഡി ജനീറോയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. ഉച്ചകോടി ഇന്ന് സമാപിക്കും. ലോക സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിച്ച മോദി, ഭീകരവാദം മനുഷ്യരാശിയെ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണം മാത്രമല്ല, മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരം കൂടിയായിരുന്നു. ഇത് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായാണ് കാണുന്നത്. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്കു മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിക്കുമെതിരെയുള്ള പ്രഹരമായിരുന്നു. ഭീകരവാദികൾക്കെതിരായ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല. ഭീകരവാദത്തിന്റെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കരുത്. വ്യക്തിപരമോ രാഷ്ട്രീയപരമോ ആയ നേട്ടങ്ങൾക്ക് വേണ്ടി ഭീകരതയ്ക്ക് നിശബ്ദം സമ്മതം നൽകുകയും ഭീകരരെയോ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ഒരിക്കലും സ്വീകാര്യമായ നിലപാടല്ല. ഭീകരതയെക്കുറിച്ചുള്ള വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇടയിൽ വ്യത്യാസമുണ്ടാകരുത്. ഭീകരവാദത്തെ അപലപിക്കുക എന്നത് നമ്മുടെ തത്വമായിരിക്കണമെന്നും മോദി പറയുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിക്കാതെ വിവേചനരഹിതമായ താരിഫ് വർദ്ധിപ്പിച്ച നടപടികളെയും ബ്രിക്സ് കൂട്ടായ്മ വിമർശിച്ചു. അത്തരം നടപടികൾ ആഗോള വ്യാപാരത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുകയും ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിലെ സമാധാനവും സുരക്ഷയും സംബന്ധിച്ച സെഷൻ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെ ആഗോള വെല്ലുവിളിയായി അപലപിച്ച് ശക്തമായ പ്രസ്താവന തന്നെ നടത്തി. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ആഗോള ദക്ഷിണ മേഖല ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്നും മോദി പറഞ്ഞു. ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന മേഖലയിലെ രാജ്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലും സ്രോതസ്സുകളുടെ ലഭ്യതയിലും സുരക്ഷാ സംബന്ധമായ തലങ്ങളിലേക്ക് ഇരട്ടത്താപ്പ് നേരിടുകയാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ യുഗത്തിലെ ആഗോള സ്ഥാപനങ്ങളുടെ കാലഹരണപ്പെട്ട സ്വഭാവത്തെക്കുറിച്ചും മോദി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. AI യുഗത്തിൽ സാങ്കേതിക വിദ്യ എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ആഗോള സ്ഥാപനം അപ്ഡേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായ കാര്യമല്ല. 20ാം നൂറ്റാണ്ടിലെ ടൈറ്റപ്പുകൾക്കും 21ാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയറുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ആഗോള സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കേണ്ടതിന്റെ നിലവിലെ സാങ്കേതിക പുരോഗതിയുമായി പൊരുത്തപ്പെടേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.